أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. نحمده ونصلي على رسوله الكريم. أما بعد. ബഹുമാന്യരും സ്നേഹസമ്പന്നരുമായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വബാഹുൽ ഖൈർ, അഫ്കാറുസ് സ്വബാഹ്, ശുഭദിനം, പ്രഭാത ചിന്തകൾ എന്ന വിശുദ്ധ ഖുർആൻ ഹദീസ് ഉത്ബോധന ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിവസത്തിൻ്റെ ഈ പ്രഭാതത്തെ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ ഭാഗത്തു നിന്നുമുള്ള സർവരക്ഷകളും സലാമത്തുകളും എല്ലാവിധ അനുഗ്രഹങ്ങളും നാം ഏവരിലും സദാ വർഷിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ തൃപ്തിയിലായി, പൊരുത്തത്തിലായി ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും എല്ലാവിധ തിന്മകളിൽ നിന്നും വിട്ടുനിൽക്കുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ബഹുമാനികളെ, കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കുവാൻ വേണ്ടി പരിശ്രമിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരോടും ഉണർത്തുന്നു, ഉത്ബോധിപ്പിക്കുന്നു. അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട തിരുവചനം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. പ്രഗത്ഭനായ സ്വഹാബി അബൂദർ റളിയല്ലാഹു നിന്നും നിവേദനം ചെയ്യുന്ന ഹദീസ് ഇമാം തുർമുദിയിൽ നമുക്കിങ്ങനെ കാണാൻ കഴിയും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൻ അബീദർ റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം لا يحقرن أحدكم شيئا من المعروف وإن لم يجد فليلق أخاه بوجه طليق وإن اشتريت لحما أو طبخت قدرا فأكثر مرقته വഖരിഫ് ലിജാരിക മിൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളിയതായി അബൂദർ റളിയല്ലാഹു അൻഹു പറയുന്നു, നിങ്ങളിൽ ആരും എത്ര ചെറിയ നന്മയെയും നിസ്സാരമായി കാണരുത്. ഒന്നും കഴിഞ്ഞില്ല എങ്കിൽ തൻ്റെ സഹോദരനെ പ്രസന്നവദനായി അഭിമുഖീകരിച്ചു കൊള്ളട്ടെ. നിങ്ങൾ ഇറച്ചി വാങ്ങുകയോ ചട്ടിയിൽ കറി വെക്കുകയോ ചെയ്താൽ അതിൻ്റെ ചാറ് അധികരിപ്പിക്കുകയും അതിൽ നിന്ന് അല്പം തൻ്റെ അയൽവാസിക്ക് കൊടുക്കുകയും ചെയ്തു കൊള്ളട്ടെ. സഹോദരങ്ങളെ, ബഹുമാനികളെ, ബഹുമാനപ്പെട്ട അബൂദർ റളിയല്ലാഹു നിന്നുമാണ് ഈ ഹദീസ് നിവേദനം ചെയ്യുന്നത്. ഇവിടെ അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറയുന്നത്, നമ്മൾ ഒരു ചെറിയ നന്മയായാലും ശരി തന്നെ അതിനെ നിസ്സാരമായി കാണരുത്. അതാര് തന്നെ ആയാലും അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ അതിൽ നന്മയുണ്ട് എങ്കിൽ അതിനെ നാം അംഗീകരിക്കുകയും പ്രശംസിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. അതിനെ നമ്മൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും രീതിയിൽ അഭിപ്രായ വ്യത്യാസമുള്ളവരായിരിക്കാം. എങ്കിൽ കൂടിയും അവർ ചെയ്യുന്നതായ നന്മയായ കാര്യങ്ങൾ അതിനെ നാം പ്രശംസിക്കേണ്ടതുണ്ട്. അതിനെ നാം നിസ്സാരമായി കാണരുത് എന്നാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. മാത്രവുമല്ല, പ്രവാചകൻ പറഞ്ഞു, അപ്പോൾ ഇല്ലം യജിദ് ഫൽ യൽക അഖാഹു ബിവജ്ഹിൻ ത്വലീഖ്, ഇനി നിനക്ക് ഒന്നിനും കഴിഞ്ഞില്ല എങ്കിലും തൻ്റെ സഹോദരനെ പ്രസന്നവദനായി അഭിമുഖീകരിച്ചു കൊള്ളുക എന്നുള്ളതും, അഥവാ നിൻ്റെ സഹോദരൻ്റെ മുമ്പിൽ ഒന്ന് പുഞ്ചിരിക്കുക എന്നുള്ളതും, നല്ല മുഖത്തോടുകൂടി, നിറഞ്ഞ പുഞ്ചിരിയോടുകൂടി
സമീപിക്കുകയും അഭിമുഖീകരിക്കുകയും ചെയ്യുന്നത് പോലും പുണ്യകരമാണ് എന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. നിന്റെ സഹോദരൻ്റെ മുമ്പിൽ പുഞ്ചിരിക്കുന്നത് പോലും അത് സ്വതക്കയാണ്, ധർമ്മമാണ് എന്ന് പഠിപ്പിക്കുന്ന ദർശനമാണ്, മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. മാത്രവുമല്ല, പ്രവാചകൻ ഈ ഹദീസിൻ തുടർന്നുകൊണ്ട് പറയുന്നു, വ ഇനിസ്തറൈത്ത ലഹ്മൻ, നിങ്ങളെ വീട്ടിൽ സ്പെഷ്യലായിട്ട് ഇറച്ചി എന്തെങ്കിലും വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അത് പാചകം ചെയ്യുമ്പോൾ അതിൻ്റെ ചാറിനെ അധികരിപ്പിക്കുകയും എന്നിട്ട് നിൻ്റെ അയൽവക്കത്തുള്ള നിൻ്റെ വീടിനോട് ചേർന്ന് കിടക്കുന്ന അവർക്ക് നീ അത് നൽകണം എന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. കഴിയുമെങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ വീടിനോട് ചേർന്ന് നിൽക്കുന്ന അയൽവക്കക്കാർക്ക് അത് നമ്മൾ കൊടുക്കണം. ഇങ്ങനെയുള്ള സ്പെഷ്യൽ എന്തെങ്കിലുമൊക്കെ പാചകം ചെയ്യുമ്പോൾ കൊടുക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതിന് നിങ്ങൾ അവരെയും കൂടെ പരിഗണിച്ചുകൊണ്ട് അതിൻ്റെ ചാറിനെ അധികരിപ്പിക്കണമെന്നും എന്നിട്ട് അവർക്കത് വിതരണം ചെയ്യണമെന്നുമാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. ഇസ്ലാമിൻ്റെ ആദർശങ്ങൾ, അതിൻ്റെ ദർശനങ്ങൾ എത്ര വലുതാണ് സഹോദരങ്ങളെ. അയൽവക്കക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ച് ഭക്ഷിക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്നുകൂടി അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അയൽക്കാരെ എത്രത്തോളം പരിഗണിക്കുന്ന ദർശനമാണ്, മതമാണ് പരിശുദ്ധ ഇസ്ലാം എന്ന് നാം മനസ്സിലാക്കണം. എന്നിട്ട് പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു, ഈ ഹദീസ് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: നിന്റെ അയൽവക്കക്കാരനെ നീ പരിഗണിക്കുകയും അവനോട് നിറപുഞ്ചിരിയോട് സഹകരിക്കുകയും അതുപോലെ തന്നെ നല്ല വർത്തമാനങ്ങൾ പറയുകയും ഒക്കെ ചെയ്യുന്നത് അത് പുണ്യകരമാണ്. ഒരു ചെറിയ നിസ്സാരമായി കാണുന്ന നമ്മളുടെ ഏതൊരു നന്മകളായാലും, നമ്മുടെ സഹോദരങ്ങൾ ചെയ്യുന്ന ഏതൊരു നന്മകളായാലും അതിനെ പ്രശംസിക്കുകയും അവർക്ക് വേണ്ടുന്ന സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുകയും നമുക്ക് അതിൽ ഭാഗവാക്കാകാൻ സാധിച്ചില്ല എങ്കിലും ഹൃദയം കൊണ്ടെങ്കിലും അതിനെ അംഗീകരിക്കുകയും അതിനെ നല്ല വാക്ക് പറയുകയും ചെയ്യണം എന്നൊക്കെയാണ് ഈ ഹദീസ് നമ്മെ ഉത്ബോധിപ്പിക്കുന്നത്, ഉണർത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പവിത്രവും പുണ്യവുമായ അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധരങ്ങളിൽ നിന്നും ഒഴിഞ്ഞ ഈ ഹദീസുകൾ മനസ്സിലാക്കുവാനും കേൾക്കുവാനും അതിലുപരി ആ പറയപ്പെട്ട കാര്യങ്ങൾ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അള്ളാഹു നാം ഏവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ കേട്ട ഹദീസിൻ്റെയൊക്കെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പ്രഭാതം ഒരു നല്ല സൗഭാഗ്യത്തിൻ്റെയും അനുഗ്രഹങ്ങൾ വർഷിക്കുന്ന നല്ലൊരു പ്രഭാതമാക്കി തീർക്കുമാറാകട്ടെ. എല്ലാവിധ ഇടങ്ങേറുകൾ, ബുദ്ധിമുട്ടുകൾ, അപകടങ്ങൾ, രോഗങ്ങൾ, മുസീബത്തുകളിൽ നിന്ന് അള്ളാഹു നമ്മളെയെല്ലാം സംരക്ഷിക്കുമാറാകട്ടെ. നല്ലൊരു പ്രഭാതത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ഓസിക്കും ബിദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.